അടുത്ത ഞാൻ ഒരു ഡിബേറ്റ് കേട്ടു. ആ ഡിബേറ്റിൽ ഒരാളിങ്ങനെ സംസാരിക്കുകയാണ്. ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റ്, പുള്ളിയും കുറേ ഇസ്ലാമിക് ചിന്തകരും തമ്മിലുള്ള തർക്കമാണ്. അപ്പോൾ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റ് ചോദിക്കുന്നു, നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളോട് യുദ്ധം വരുന്നു, കാശ്മീരിൽ യുദ്ധം വരുന്നു, ഇന്ത്യൻ ആർമിയും പാകിസ്ഥാൻ ആർമിയും തമ്മിൽ യുദ്ധം ചെയ്യുന്നു, നിങ്ങൾ ഇന്ത്യയുടെ കൂടെ നിൽക്കുമോ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുമോ? അന്നേരം അവർ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയുടെ കൂടെ നിൽക്കും, പക്ക ഇന്ത്യ ജയ് ഭാരത്. അന്നേരം അയാൾ ക്വസ്റ്റ്യൻ ഒന്ന് റിഫോം ചെയ്തു. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് നിൽക്കുന്നു, പാകിസ്ഥാൻ്റെ സൈന്യം മുഴുവൻ മുസ്ലിങ്ങളാണ്. നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും? മുസ്ലിങ്ങൾക്കെതിരെ നിങ്ങൾ വെടി ഉതിർക്കുമെന്ന് ചോദിച്ചു. അന്നേരം ഈ മുസ്ലിം ചിന്തകർ അവരിങ്ങനെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക, എന്ന് പറഞ്ഞിങ്ങനെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒരു നേരം 3-4 പേരൊക്കെ സംസാരിക്കുന്നു. അവർ പറഞ്ഞ് അത് മുസ്ലിങ്ങളായാലെന്തോ ഹിന്ദുക്കളായാലെന്തോ മറ്റേ അതായാലെന്തോ ഇതായാലെന്തോ ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എന്നാൽ മറ്റേ ആൾ പറഞ്ഞു, ഞാൻ വീണ്ടും ചോദിക്കുന്നു, മുസ്ലിങ്ങൾക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യുമോ? നിങ്ങൾ മുസ്ലിമാണോ? ഞങ്ങൾ മുസ്ലിം. നിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യും? ഇത് ഇങ്ങനെ പറഞ്ഞ് കുറേ സാധനങ്ങൾ പറഞ്ഞു. അതിൽ ഒരുത്തൻ കയറി വന്നു, ഷൂട്ടപ്പ് ചെയ്ത് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് രാജ്യസ്നേഹം. ലവിങ് ഓൺ കൺട്രി ഈസ് എ പാർട്ട് ഓഫ് ഫെയ്ത്ത് എന്ന് പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകനായിട്ടുള്ള മുഹമ്മദോ അല്ലെങ്കിൽ എന്തോ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഈമാൻ അതിൻ്റെ ഒരു ഭാഗമാണ് രാജ്യസ്നേഹം. പാട്രിയോട്ടിസം എന്ന് പറയുന്നത് ഈമാൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇത് പറഞ്ഞ് അങ്ങോട്ട് എടുക്കാൻ തുടങ്ങിയപ്പോൾ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റ് ബാക്ക്ഫുട്ടിലായി. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇവരതിനകത്ത് നൂരി രാജ്യസ്നേഹം വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്, അല്ലെ അങ്ങനെ ഒരു ഹദീസ് എന്ന് പറഞ്ഞാൽ എല്ലാം പ്രവാചകൻ പറഞ്ഞു, പ്രവാചകൻ ചെയ്തു എന്നുള്ളതാണ് ഹദീസ്. പ്രവാചകൻ വെള്ളം കുടിക്കാതെ പറഞ്ഞു, ഈ വെള്ളം എന്ന് പറയുന്നത് H2O ആണ്. അതുടനെ ഒരാൾ എഴുതി വെച്ചു. രാമനും പ്രവാചകനും കൂടെ പോയതായിട്ട് സുരേന്ദ്രൻ പറഞ്ഞു. വെള്ളം കുടിക്കാൻ നേരം പ്രവാചകൻ പറഞ്ഞു, ഈ എല്ലാ വെള്ളവും H2O ആണ്. അപ്പോൾ എല്ലാ വെള്ളവും H2O ആണ് പ്രവാചകൻ. അങ്ങനെ വരും. ഇതാണ് ഈ ഹദീസിൻ്റെ ഒരു സംഗതി. പറഞ്ഞു, ചെയ്തു, അത് ഒരാൾ റിപ്പോർട്ട് ചെയ്യാൻ. അപ്പം ഈ സംഗതി കേൾക്കുമ്പോൾ നല്ലതായിട്ട് തോന്നുന്നു. അങ്ങനെ ആകുമ്പോൾ ഓരോ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ ആ രാജ്യത്തോട് അവർക്കൊരു സ്നേഹവും കൂറും ലോയൽറ്റിയും ഉണ്ടാവണം എന്നാണല്ലോ പറയുന്നത്. നല്ല കാര്യമല്ലേ? വിഷ്ഫുൾ തിങ്കിങ് ആണ്, നല്ലതാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു ഹദീസോ അങ്ങനെ ഒരു സംഗതിയോ ഇല്ല. അതിൻ്റെ അടുത്തുപോലും എത്തുന്ന സാധനങ്ങളില്ല. അതൊരു ഫേക്ക് സാധനമാണ്. ഞാൻ ഒരുപാട് ഇനൂമറബിൾ ആയിട്ടുള്ള തെളിവുകൾ അതിനകത്തുണ്ട്. ഇതിൻ്റെ അക്കോർഡിംഗ് ടു ഇമാം അൽമിറി അദ്ദേഹം പറയുന്നുണ്ട്, his book that the statement is not from the prophet, however it is narrated by Ibn Abi Hatim from Al-Dahak who said, ഇതിൻ്റെ ഒരു പറയാൻ കാരണമായിട്ടുള്ള ഒരു ഹദീസ് ഇങ്ങനെയാണ്. അദ്ദേഹം ഈ പേരുകാരനാണ്, അബി ഹറ്റീം ഫ്രം Al-Dahak എന്ന് പറയുന്ന സ്ഥലം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, when prophet traveled out from Mecca and arrived at Al-Juhfa, he missed Mecca. ഒരിക്കൽ പ്രവാചകൻ മെക്കയിൽ നിന്ന് പുറത്തു പോയി. ഏതാ സ്ഥലം? Al-Juhfയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര നൊസ്റ്റാൾജിയ. അയ്യോ, എൻ്റെ മെക്ക വിട്ടുപോയിട്ട് ഒരുപാട് ദിവസമായി, ഒരു നൊസ്റ്റാൾജിയ ഉണ്ട്. ദ Allah SWT റിവീൽഡ്, അള്ളാഹ് സുബ്ഹാനഹു തആല അങ്ങനെ കണ്ടാണ് എൻ്റെ, അല്ലേ? അങ്ങനെ ഒരു സംഗതിയാണ് എനിക്കറിയാം. SWT അത്ര അറിഞ്ഞാൽ മതി, ഇംഗ്ലീഷ് അതാണ്. റിവീൽ ദ ഫോളോയിങ് വേർഡ്സ്. അപ്പോൾ മുഹമ്മദിന് ആകെപ്പാട് ഒരു നൊസ്റ്റാൾജി ഉണ്ടായി. മെക്കയിൽ നിന്ന് വിട്ടിട്ട് കുറേ നാളായി. വേറൊരു മൂവാറ്റുപുഴ ഇവിടെ പെരുമ്പാവൂർ വന്നു. കൊല്ലത്തുകാരനാണ്. കൊല്ലം എന്ന് പറഞ്ഞ വേളം ഉണ്ടാക്കി. ഉടനെ അള്ളാഹ് ഒരു ആയത്തങ്ങ് ഇറക്കി. എന്താ അറിയോ? ഇൻഡീഡ്, തീർച്ചയായും, ഓ മുഹമ്മദ്, ഹി ഹു ഇമ്പോസ്ഡ് അപ്പോൺ യു ദ ഖുർആൻ വിൽ ടേക്ക് യു ബാക്ക് ടു ദ പ്ലേസ് ഓഫ് റിട്ടേൺ. ഹി ഹു ഇമ്പോസ്ഡ് അപ്പോൺ യു, അത് നല്ല രസം, എനിക്ക് ആ വാക്ക് ഇഷ്ടപ്പെടുന്നു. നിന്നിൽ ആരാണോ ഖുർആൻ അടിച്ചേൽപ്പിച്ചത് അവൻ നിന്നെ എവിടെ നിന്നാണോ വന്നത് അവിടെ കൊണ്ടാക്കും എന്നാണ് എൻ്റെ മനസ്സിലായി. അതായത് ജന്മനാടിനോടുള്ള ആ സ്നേഹം ഇതിലൂടെ നിങ്ങൾക്ക് വ്യക്തമായില്ലേ? ഇല്ലേ? ഇതാണ് ലവിങ് ഓൺസ് കൺട്രി ഈസ് എ പാർട്ട് ഓഫ് ദ സൈൻ ഓഫ് ഫെയ്ത്ത്. ഈ കൺട്രി എന്ന് പറയുന്നത് 200 വർഷത്തിന് മുമ്പുണ്ടായ സാധനമാണ് കൺട്രി. അതിനുമ്പ് കൺട്രികളില്ല. ഇന്നും കൺട്രികളുണ്ട്, കൺട്രിക്കുള്ളിലും കൺട്രികളുണ്ട്. പക്ഷേ ഈ കൺട്രി എന്ന് പറയുന്ന, നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന സങ്കല്പമൊക്കെ വളരെ പുതുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞിട്ടില്ല. മുഹമ്മദിന് മെക്കയോടുള്ള ആ പ്രേമത്തെ
ഒക്കെ ഓരോരുത്തർ ഇങ്ങനെ വലിച്ച് ഉരുട്ടി ഇങ്ങനെ ഒരു സാധനം ഏതോ ഒരു ലൈനിൽ ഉണ്ടാക്കി വിട്ടതാണ്. ഇസ്ലാമിക് പണ്ഡിതന്മാർ തന്നെ തള്ളുന്ന സാധനമാണ്. സോ ഇതൊക്കെ ഇല്ലാത്ത ഇസ്ലാം എന്ന് ആലോചിച്ച് നോക്കല്ലേ. ഇതൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത് ബേസിക്കലി. പറഞ്ഞോട്ടല്ലേ.